اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله تعالى في كلامه العزيز: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال أيضا: يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു: ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ. തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവര് തണലിലായിരിക്കും, വഉയൂൻ അരുവികളിലായിരിക്കും, വഫവാകിഹ മിമ്മാ യശ്തഹൂൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ അവർക്ക് ലഭ്യമായിരിക്കും. നാളെ ആഖിറത്തിൽ മുത്തഖീങ്ങളുടെ അവസ്ഥ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതാണ്. നല്ലൊരു അരുവിയുടെ ഓരത്ത് ഒരു തണലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പഴവർഗ്ഗങ്ങളുമായിട്ട് ഇരിക്കുന്ന ഒരു സന്ദർഭം. ഇത് മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. ഒരുപക്ഷെ ഈ ഭൂമിയിലല്ല, നാളെ സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചൊരവസ്ഥ. ഈ അവസ്ഥ വരണമെങ്കിൽ, അല്ലെങ്കിൽ അത്രക്ക് അനുഭൂതിയോടുകൂടി ആസ്വാദനത്തോടുകൂടി ആഹാരം കഴിച്ചു കൂടണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ പുലർത്തേണ്ട ഏറ്റവും വലിയ കാര്യമാണ് തഖ്വ എന്നുള്ളത്. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കാനും സൂക്ഷിക്കാനും നമ്മൾ തയ്യാറാവണം. അതിനുവേണ്ടി പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ ജീവിച്ച് കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗവാക്കാവണം, അവനതിൽ പങ്കാളിയാകണം. അതവന്റെ വിശ്വാസപരമായ ഒരു ബാധ്യതയാണ്. അതിൽപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഞാൻ വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഞാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കൽ ഒരു വിശ്വാസിക്ക് അഭിലഷണീയമല്ല. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മളുടെ ഈ ഒരു പൗരന്റെ സമ്മതിദാനാവകാശം അവൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാടെന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രഥമമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലുത്
പരലോകമാണ്. ഈ ഭൗതിക ലോകത്തെ അവന്റെ രക്ഷയോ നന്മയോ അവന്റെ ആധ്യാത്മിക ലക്ഷ്യമല്ല, അതവൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമോ അത്തരത്തിലുള്ള ഒരു പാർട്ടി സ്പിരിറ്റോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ എതിർ കക്ഷികളെ ഇല്ലാതാക്കലോ ഒന്നും ഒരു വിശ്വാസിക്ക് ഒട്ടും യോജിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ലക്ഷ്യം ആഖിറമാണ്. അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നും നമുക്ക് നേടേണ്ടതില്ല, അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കൊന്നും നേടേണ്ടതില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അധികാരം നേടിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്താതെ നോക്കണം. ആരാന്റെ അധികാരത്തിന് വേണ്ടി അവനാന്റെ ആഖിറം നമ്മൾ നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടതുണ്ട്. നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ വാക്കുകൾ, നമ്മുടെ ചെയ്തികൾ, നമ്മുടെ ഗൂഢാലോചനകൾ, സംസാരങ്ങൾ, ഇതൊക്കെ ഇതിനെപ്പറ്റിയാകുമ്പോൾ അതിലൂടെ നമ്മളുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വിശ്വാസിക്കുണ്ടാവരുത്. അതാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രഥമമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംസാരങ്ങൾ, ഏഷണി, പരദൂഷണം, അപവാദം പറയൽ, ആരോപണങ്ങൾ പറയൽ, പൊതുവെ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പം ഇത് കുറച്ച് കൂടും. ഇത് സാധാരണ നമ്മുടെ കൗമിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് ആകുമ്പം നമ്മളുടെ ചർച്ചാ വിഷയങ്ങൾ 4 ആള് കൂടുമ്പം, 2 ആള് കൂടുമ്പം, ഒരു ചായക്കടയിലാവട്ടെ, പരസ്പരം ആളുകൾ കണ്ടുമുട്ടുന്നിടത്താവട്ടെ, അതൊക്കെ പോട്ടെ, ഡയറക്റ്റ് പോയിട്ട് നമ്മളുടെ സോഷ്യൽ അതാവട്ടെ, ഫേസ്ബുക്ക് പേജുകളാവട്ടെ, വാട്സപ്പ് ഗ്രൂപ്പുകളാവട്ടെ, ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയ ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷെ ഈ ഒരു സമയത്ത് അവിടെ നടക്കുന്ന ചർച്ചകൾ ഇതാണ്. പരസ്പരം ഏഷണി പറയുന്നു, 2 പാർട്ടിയുടെ ആളുകൾ ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും അപവാദങ്ങൾ പറയുന്നു, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്ന ഒരു പ്രവണത ഈ ഒരു സമയത്ത് വളരെ കൂടുതലാണെന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ജാഗരൂകരാകേണ്ടതുണ്ട്. അപവാദങ്ങൾ പറയുന്നു, ലൈംഗിക ആരോപണങ്ങൾ നടത്തുന്നു. ആ സ്ഥാനാർത്ഥിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, ആളുകളുടെ മുന്നിൽ അവനെ താറടിച്ച് കാണിക്കണം. അവൻ ചെയ്യാത്ത കുറ്റം അവന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. സ്ത്രീകളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നു. സ്ത്രീകളെ കുറിച്ച് അപവാദം പറയല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു പാപമാണ്. 7 വൻപാപങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പ്രവാചകൻ പറഞ്ഞതാണ്, ഖൽഫുൽ മുഹ്സിനാത്തിൽ മുഅ്മിനാത്ത്, പതിവ്രതകളായ മുഅ്മിനീങ്ങളായ സ്ത്രീകളെ പറ്റി അപവാദം പറയൽ വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ്. നമ്മുടെ പാർട്ടി സ്പിരിറ്റ് കൊണ്ടോ രാഷ്ട്രീയ ഊക്ക് കൊണ്ടോ നമ്മൾ അതിനൊക്കെ ഈ ഒരു സമയത്ത് തയ്യാറാവുന്നു എന്നുള്ളത് ഏറെ ഖേദകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഗ്രൂപ്പുകളിലാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കുറ്റങ്ങൾക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരു സ്ഥാനാർത്ഥിയായാൽ ഓൻ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ, കുറവുകളുണ്ടോ എന്ന് മറുപാർട്ടിക്കാർ അന്വേഷിക്കും. ഇവന്റെ കുറ്റങ്ങൾ മറ്റേ പാർട്ടിക്കാർ അന്വേഷിക്കും. എന്നിട്ട് അതിനെങ്ങനെ പറഞ്ഞു പരത്തി നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം കൈക്കലാക്കാനുള്ള ശ്രമമാണ് നടക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കണം. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ ഭാഗത്തിൽ നമ്മൾ അതിൽ ഭാഗവൊരിക്കലും ആകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ ഇസ്ലാം ഏഷണിയെയും അതുപോലെ തന്നെ പരദൂഷണത്തെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. എന്താണ് ഏഷണി എന്ന് പറഞ്ഞാൽ? നമീമ എന്ന് നമ്മൾ അറബിയിൽ പറയും. നമീമ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഏഷണി ഉണ്ടാക്കുക. മഹാനായ പണ്ഡിതൻ ഇമാം നബവി റഹിമഹുല്ലാ പറയുകയാണ്, അന്നമീമ, നമീമ എന്ന് പറഞ്ഞാൽ നഖ്ലു കലാമിൻ നാസി ബഅദിഹിം ഇലാ ബഅദിൻ, ചില ആളുകളുടെ സംസാരം മറ്റു ചില ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കലാണ്. അഥവാ ഇവിടെ കുറച്ച് ആളുകൾ പറഞ്ഞ കാര്യം അത് കേട്ടിട്ട് അതുപോലെ വേറൊരാളടുത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കലാണ്. അതാണ് ഏഷണി. എന്നിട്ട് പറയുന്നുണ്ട് അവന്റെ ഉദ്ദേശം എന്താണ്? അലാ ജിഹത്തിൽ ഇഫ്സാദ്, കുഴപ്പമുണ്ടാക്കണം, കുത്തിത്തിരിപ്പുണ്ടാക്കണം, തിരിപ്പുണ്ടാക്കണം. അതാണ് അവന്റെ ഉദ്ദേശം. അതിനാണ് അവൻ അത് അവിടെ പോയി പറയുന്നത്. അവൻ നന്മക്ക് വേണ്ടിയിട്ടല്ല, നന്മക്ക് വേണ്ടി പറയുന്നത് ഏഷണിയല്ല, ഇസ്ലാഹിന് വേണ്ടി പറയുന്നത് ഏഷണിയല്ല.
അവന്റെ ഉദ്ദേശം അവിടെ കുഴപ്പമുണ്ടാകണം, ആ രണ്ടാളുകളുടെ ഇടയിൽ പ്രശ്നമുണ്ടാകണം. അതിനുവേണ്ടി ഇവിടെ കേട്ടത് അവിടെ പോയി പറയുന്നതാണ് ഏഷണി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു വേണ്ട. പ്രവാചകൻ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നു, കഫാ ബിൽ മർഇ ഇസ്മൻ, ഒരാൾക്ക് പാപത്തിനാൽ മതിയായതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു വേണ്ട, എന്ത് ചെയ്താൽ മതി? അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, അവൻ കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക. എന്ത് എവിടുന്ന് കേട്ടാലും അവൻ അതെല്ലാവരടുത്തും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ശരിയാണോ, അങ്ങനെയുണ്ടോ, അതിന്റെ നിജസ്ഥിതി എന്താണ് എന്നൊന്നും അന്വേഷിക്കാതെ അത് പറഞ്ഞു നടക്കുക. ഇന്ന് സോഷ്യൽ മീഡിയകൾ നമ്മളുടെ അടുത്തേക്ക് പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജുകൾ, വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ, നമ്മളത് എന്താണ്, ഉണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാതെ നമ്മൾ നമ്മളുടെ ആവേശത്തിന്റെ പേരിൽ അത് നമ്മളുടെ ഗ്രൂപ്പുകളിലേക്ക്, പല വ്യക്തികളിലേക്ക് എടുത്ത് ഷെയർ ചെയ്യുന്നത് പാപമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാപം എന്ന് പറഞ്ഞാൽ അത് മതി, അല്ലാതെ ഒരാളെ കൊല്ലാൻ പോണ്ട, പലിശക്ക് വാങ്ങാൻ പോണ്ട, അതൊക്കെ വലിയ പാപങ്ങളാണ്. പക്ഷെ പാപത്തിനാൽ ഏറ്റവും ചെറുതായിട്ട് അവൻ ഇത് മതി. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ, നീസി നോക്കാതെ നമ്മുടെ കയ്യിൽ കിട്ടിയതൊക്കെ അതെല്ലാ ഗ്രൂപ്പുകളിലേക്കും വാരി വലിച്ച് അയച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം, അത് നമുക്ക് പാപത്തിനാൽ മതിയായതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിട്ടുനിൽക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അസ്മാ ബിൻത്ത് യസീദ് റളിയല്ലാഹു അൻഹു നിവേദനം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അഫലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു പ്രവാചകൻ. ഏറ്റവും മോശപ്പെട്ട ആളുകൾ. അപ്പൊ ഈ മോശപ്പെട്ട ആളുകൾ എന്ന് കരുതുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെന്തെങ്കിലും പറയും, ഏറ്റവും മോശമായ രീതിയിൽ. അതൊന്നല്ല പ്രവാചകൻ പറയും. പ്രവാചകൻ പറയുന്നു, കാല, അതെ പറഞ്ഞു, അൽ മശ്ശഊന ബിന്നമീമ, നമീമത്തുമായി നടക്കുന്ന ആളുകൾ, ഏഷണിയുമായി നടക്കുന്ന ആളുകൾ, കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കേട്ടത് ഇവിടെ പറയുക, ഇവിടെ കേട്ടത് അവിടെ പറയുന്ന ആളുകൾ. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, സ്നേഹിതന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ. രണ്ടാളുകൾ നല്ല രീതിയിൽ സുഹൃത്തുക്കളായി പോകുന്നു, അപ്പൊ അവരുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നവർ. അതുപോലെ അൽ ബാഗൂൻ അൽ ബുർറാ അൽ അനത, നിരപരാധികളായ ആളുകളുടെ നാശം കൊതിക്കുന്ന ആളുകൾ. ഇങ്ങനത്തെ ആളുകളാണ് ഏറ്റവും മോശമായ ആളുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ കൂട്ടത്തിലാണോ? നല്ല നിലക്ക് പോകുന്ന ഒരു സ്ഥലത്ത് വന്ന് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണോ? പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാണോ? നമ്മുടെ ദുരുദ്ദേശം കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ കാര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണമെന്ന് പ്രവാചകൻ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. പ്രവാചകൻ പല ശിക്ഷകളും ഇതിനെപ്പറ്റി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായി തോന്നും, ഇതൊക്കെ വലിയ സംഭവമാണോ? പക്ഷെ ഹദീസുകൾ വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഗീബത്ത്, പരദൂഷണം പറയുക. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? അത് പ്രവാചകൻ വ്യക്തമായ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, റസൂലുള്ളാഹി ചോദിക്കാണ്, അതദറൂന മൽ ഗീബ, നിങ്ങൾക്കറിയോ എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? അപ്പൊ അവർ പറഞ്ഞു, സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ പ്രവാചകർക്കും അറിയാം എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്, ദിക്റുക, നീ പറയലാണ്, അഖാക, നിന്റെ സഹോദരനെ പറ്റി, ബിമാ യക്റഹ്, അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. ഞാൻ കേട്ടാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാൾ പോയിട്ട് മറ്റൊരാളോട് പറയുക, ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ് എന്ന് പറയലാണ് ഗീബത്ത് എന്ന്. ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ പറയേണ്ടതല്ലേ? അത് പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് ഗീബത്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും. ഖീല, സഹാബാക്കൾക്കും അതുപോലെ സംശയമുണ്ടായി. അവർ ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്ന കാര്യം ഓന്റെ ഉള്ള കാര്യമാണെങ്കിലോ? ഞാൻ അവനെ പറ്റി പറഞ്ഞത് ഒരു കുറ്റാണ്, ഓനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റമാണ്, അത് ഉള്ള കാര്യമാണെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇൻകാന ഫീഹി മാ തഖൂലു, നീ പറയുന്ന കാര്യം അവനിൽ ഉണ്ടെങ്കിൽ ഫഖദ് ഇഖ്തബഹു, ഉള്ളത് പറയലാണ് ഗീബത്ത് എന്നുള്ളത്. ഇഖ്തബ്തഹു, ഉള്ളത് നീ പറയലാണ് ഗീബത്ത്. വഇല്ലം യകുൻ ഫീഹി, നീ പറയുന്ന കാര്യം ഓനിൽ ഇല്ലാത്തത് പറയലോ, ഫഖദ് ബഹത്ത, അത് ബുഹ്താനാണ്, അത് കുറ്റാരോപണമാണ്, അത് ഗീബത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്.
ഗീബത്തിനേക്കാൾ ഗൗരവമായ കാര്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മളിതൊക്കെ സാധാരണയായിട്ട് നമ്മുടെ സംസാരങ്ങൾ വന്നു പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകന്റെ പത്നി ആയിഷ ബീവി തന്റെ മറ്റൊരു പത്നിയായ സഫിയ ബീവിയെ കുറിച്ച് പറയുന്നുണ്ട്. കസീറ, കുറിയ ആള്, കുറിയ സഫിയ. ആ കുറിയ സഫിയനെ പറ്റിയിട്ടാണോ, ചെറുത് നീളമില്ലാത്ത ആ സഫിയനെ പറ്റിയിട്ടാണോ നിങ്ങൾ പറയുന്നത് എന്ന് പ്രവാചകനോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി അവിടെ ആയിഷ ബീവിയെ വിമർശിച്ച് പറയുന്നുണ്ട്, നീ പറഞ്ഞ ഈ വാചകം അത് കടലിൽ കലക്കുകയാണെങ്കിൽ കടൽ മലിനമായി പോകും. അത്രയ്ക്ക് ഗൗരവമുള്ള വാക്കാണത്. എന്താണ് അവിടെ പറഞ്ഞത്? കുറിയ എന്നുള്ളത് മാത്രം പറഞ്ഞിട്ടുള്ളൂ, കുറ്റം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യം അത്ര ഗൗരവമുള്ളതാണ് എന്നതിലേക്കാണ് ഈ ഹദീസുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഉള്ളത് പറയലാണ് ഗൈബത്ത് എന്നുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് ഇതിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹദീസിലല്ല, ഖുർആനിൽ തന്നെ നസ്സായിട്ട് എടുത്തു പറഞ്ഞിട്ട് നമ്മൾ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനൽ ദന്നി, നിങ്ങൾ ഈ ഊഹാപോഹങ്ങൾ ഒഴിവാക്കുക. ഊഹത്തിനനുസരിച്ച് പലത് പറയാം, ഊഹത്തിനനുസരിച്ച് പലത് ചിന്തിക്കുക, ഊഹത്തിനനുസരിച്ച് പലത് ചെയ്യുക. ആ പരിപാടി നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഇന്ന ബഅദൽ ദന്നി ഇസ്മു, ചില ഊഹങ്ങളൊക്കെ പാപങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഊഹത്തിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയാൽ നമ്മൾ പാപത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് ഊഹങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. എന്നിട്ട് പറയുക, വലാ തജസ്സസു, നിങ്ങൾ ചുയിഞ്ഞന്വേഷിക്കരുത്, കുത്തി കുത്തി അന്വേഷിക്കരുത്. ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ അവനെന്താ ഇന്ന സമയത്ത് പുറത്ത്, ഇന്ന സമയത്ത് അവനെന്താ അവിടെ പണി, അവനെന്താണ് പരിപാടി, അവൻ എങ്ങോട്ടാണ് പോകുന്നത്, അത് മുഴുവൻ അത് ബാക്കിൽ നമ്മൾ നോക്കി നോക്കി ഇങ്ങനെ നടക്കുക. മറ്റൊരാളുടെ കുറ്റവും കുറവുകളും നമ്മൾ ഇങ്ങനെ നോക്കി നടക്കുക. നമ്മളുടെ കണ്ണിലുള്ള മട്ടല് ചിലപ്പം കാണൂല, പക്ഷെ മറ്റുള്ളവന്റെ കണ്ണിലെ കരട് പോലും കാണാൻ നമ്മൾ മിടുക്കന്മാരായിരിക്കും. അതെന്താ അങ്ങനെ പോയി ചുഴിഞ്ഞന്വേഷിച്ച് അങ്ങനെ എന്താണെന്നുള്ള രീതിയിൽ ചുഴിഞ്ഞന്വേഷണം നടത്തരുതെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, പരസ്പരം നിങ്ങളെ ചിലരെ ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്. പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞത്, അവനിലുള്ള ഒരു കാര്യം അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റുള്ളവരോട് പോയി പറയാം, അത് പറയരുതെന്ന് വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട്. എന്നിട്ട് അള്ളാഹ് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്, അയുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, മരിച്ചുപോയ നിങ്ങളുടെ സഹോദരന്റെ മാംസം ഭക്ഷിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഫകരിഹ്തുമുഹു, നിങ്ങൾക്കത് വെറുപ്പല്ലേ? ഒരു ശവത്തിന്റെ ഇറച്ചി കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണോ? മാംസം കഴിക്കാൻ? അതുപോലെയാണ് ജനങ്ങളുടെ ഇറച്ചി തിന്നുന്നത്. ഇറച്ചി തിന്നാന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയുന്നത്, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വന്നുപോയാൽ നമ്മൾ അതിൽ നിന്ന് പശ്ചാത്താപിച്ച് മടങ്ങുക, തൗബ ചെയ്യുക എന്നുള്ള ഒരു സൂചനയും കൂടി ആ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ ഏഷണിയും പരദൂഷണവും ഒക്കെ പറഞ്ഞു നടക്കുന്നവർക്കുള്ള ശിക്ഷയും ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ ഉരിജ ബി, ഞാൻ മിഅ്റാജിന് പോയ സന്ദർഭത്ത്, മറർത്തു ബി ഖൗമിൻ, ഞാൻ കുറച്ച് ആളുകളുടെ അടുത്തുകൾ കൂടി ഇങ്ങനെ നടന്നുപോയി, ലഹും അൽഫാറും മിൻ നുഹാസ്, ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ അവർക്കുണ്ട്, ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ. യഖ്മിശൂന ബിഹി വുജൂഹഹും വസുദൂറഹും, അവരവരുടെ മുഖവും നെഞ്ചുമൊക്കെ അതിനോട് ഇങ്ങനെ മാന്തി ഇങ്ങനെ പിളർത്താം, ചെമ്പിനാടുള്ള നഖങ്ങൾ കൊണ്ട്. അപ്പൊ ഫഖുൽതു മൻ ഹൗലാ യാ ജിബ്രീൽ, ഏ ജിബ്രീലെ, ഇവരൊക്കെ ആരാണ്? കണ്ടിട്ട് പേടി തോന്നുന്നു. എന്താണ് ഇവരിങ്ങനെ സ്വയം അവരുടെ മുഖവും അവരുടെ നെഞ്ചൊക്കെ ഇങ്ങനെ മാന്തി പിളർത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇത് ജനങ്ങളുടെ ഇറച്ചി തിന്നുന്ന ആളുകളാ. എന്താ ഇറച്ചി തിന്നെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റം പറയുന്ന ആളുകൾ, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരെ പറ്റി പറഞ്ഞ് പരത്തിയ ആളുകളാണ്. അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച ആളുകൾ. മനുഷ്യന്റെ ഒരു അഭിമാനമുണ്ട്, ആ അഭിമാനത്തിന് ഇല്ലാത്തത് പറഞ്ഞ് ക്ഷതമേൽപ്പിച്ച ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ശിക്ഷ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. അതാണ് നമ്മളുടെ ആഖിറത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളടുത്ത് നിന്ന് ഇങ്ങനത്തെ വല്ല തെറ്റുകളും പരദൂഷണങ്ങളും ഏഷണികളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങേണ്ടണം.
എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. പ്രത്യേകിച്ച് അള്ളാഹു തൗബ സ്വീകരിക്കാൻ പണ്ഡിതന്മാർ 4 ഷർത്തുകൾ പറയുന്നുണ്ട്. ഒന്ന്, ആ തൗബ ചെയ്ത ആ കുറ്റം ചെയ്തതിന്റെ പേരിൽ അവന് നന്നായി ഖേദമുണ്ടാകണം. 2, ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം അവൻ ചെയ്തിരിക്കണം. 3-ാമതായിട്ട് ആ പാപം അവനിൽ നിന്ന് വലിച്ചെറിയണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുവും അടിമയും തമ്മിലുള്ള തൗബ തെറ്റിന്റെ പശ്ചാത്താപത്തിൽ ഇത് മതി. അള്ളാഹു ചിലപ്പോൾ നമുക്ക് പുറത്തു തന്നേക്കാം. പക്ഷേ ഈ അടിമകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഒരാളെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞത്, ഏഷണി പറഞ്ഞത്, പ്രശ്നമുണ്ടാക്കിയത്, അപവാദം പറഞ്ഞത്, അപഹരിച്ചെടുത്തത്, അതിനൊരു ഈ ഷർത്തുകളുടെ കൂടെ ഒരു ഷർത്തും കൂടി പണ്ഡിതന്മാര് പറയുന്നത് കാണാം. നമ്മൾ ആ ഇരയോട് പോയിട്ട് നമ്മൾ മാപ്പ് അപേക്ഷിക്കണം. അവൻ പുറത്തു തന്നാൽ മാത്രമേ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയുള്ളൂ. കാരണം അത് അവനോടുള്ള ബാധ്യതയാണ്. നമ്മൾ കാരണം ഒരാളെ കുറിച്ച് നമ്മൾ ഏഷണി പറഞ്ഞിട്ട് അവൻ അതിന് ഇരയായി, അതിന് ബുദ്ധിമുട്ടായി അവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൈ പിടിച്ചു പോയിട്ട് പൊരുത്തം ചോദിക്കണം. അവൻ പൊരുത്തപ്പെട്ടാലേ നമ്മുടെ റബ്ബ് നമുക്ക് പൊരുത്തപ്പെടുള്ളൂ എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ ജാഗരൂകരാകണം. അതുപോലെ തന്നെ ഏഷണി പറയുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വ്യക്തമായിട്ട് പ്രവാചകൻ പറഞ്ഞതാ, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ലാ യദ്ഖുൽ ജന്നത നമ്മാമുൻ. ഏഷണി പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. അപ്പൊ അതൊന്നും ഈ ഒരു സാഹചര്യത്തിൽ എന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്താ, അതും പ്രവാചകൻ പറയുന്നു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ. ഒരു മുസ്ലിമായ ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ തർക്കുഹു മാലായാനി, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കലാണ്, വിട്ടുകളയലാണ്. അതാണ് ഏറ്റവും നല്ല വ്യക്തിത്വം. ഒരു മുസ്ലിമായ വ്യക്തിയുടെ സൗന്ദര്യം അതാണ്. ആ മുഅ്മിനായ മുസ്ലിമായ വ്യക്തി അവൻ ആവശ്യമുള്ള കാര്യങ്ങളിൽ അവൻ ഇടപെടും. അല്ലെങ്കിൽ ഭൂമിയിൽ നടക്കുന്ന സകല കാര്യങ്ങളും ഞാൻ ഇടപെടണം എന്ന് വെച്ചാൽ അത് നല്ല വ്യക്തിത്വത്തിന് ഉദാഹരണമല്ല. അവൻ ആവശ്യമുള്ളതിൽ മാത്രം അവൻ ഇടപെടും, അല്ലാത്തവൻ ഉപേക്ഷിക്കും. ഈ ഒരു ചിന്താഗതിയാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഖിറം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവരുത്. ഒരാളെയും പറ്റി നമ്മൾ കുറ്റം പറയരുത്, അപവാദം പ്രചരിപ്പിക്കരുത്. നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമ്മൾ വിട്ടുകളയുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, അതദറൂന മനിൽ മുഫ്ലിസ്. ഈ പാപ്പര് എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. സഹാബാക്കൾ പറഞ്ഞു, മൻ ലൈസ ഇൻദഹു ദീനാറും വലാ ദിർഹം. കയ്യിൽ 5 പൈസ ഇല്ലാത്തവന് നമ്മൾ പാപ്പർ എന്ന് പറയും. നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പറയാം. കയ്യിൽ പൈസ ഇല്ലാത്തവന് പാപ്പർ എന്ന് പറയും. എന്നാൽ അള്ളാഹു പ്രവാചകൻ വ്യക്തമായിട്ട് പറയുകയാണ്, യഥാർത്ഥത്തിൽ പാപ്പർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. എന്താണ് അവന്റെ പ്രത്യേകത? യൗമൽ ഖിയാമത്തി, അവൻ ഖിയാമത്ത് നാളിൽ വരും ഒരുപാട് അമലുകളുമായിട്ട്. അവൻ ചെയ്ത നോമ്പുണ്ടാവും, നമസ്കാരം ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ നന്മകളൊക്കെ ആയിട്ട് അവൻ വന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ വരും. എന്നിട്ട് അവർ പറയും, പടച്ചവൻ അവനെ സ്വർഗത്തിലേക്ക് വിടല്ലേ, എന്താ പ്രശ്നം? വലമനി ഹാദ, അവൻ എന്നോട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. ശതമനി ഹാദ, അവൻ എന്നോട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ലറബനി ഹാദ, ഇതൊക്കെ ഹദീസിന്റെ ലഫ്ലുകളാണ്, അവൻ എന്നെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവര് വരും. അവരവരുടെ നീതി തേടി വന്നവരാണ്. അപ്പൊ ഏറ്റവും വലിയ നീതിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഇവന്റെ അമലുകൾ എടുത്ത് അവർക്ക് ഭാഗം വെച്ചു കൊടുക്കും. അവന്റെ അമലുകൾ മുഴുവനായിട്ട് ഭാഗം വെച്ചു കൊടുക്കും. അങ്ങനെ അമലുകളൊക്കെ തീർന്നു പോയി, പക്ഷേ പരാതിക്കാര് ബാക്കിയാണ്. ആ പരാതിക്കാര് ബാക്കിയാവുമ്പം ഇവര് ചെയ്ത തിന്മകൾ ഇവന്റെ മേലിലേക്ക് ഇടും. ആ ഒരു അവസ്ഥ ആഖിറത്തിൽ വരാനുണ്ട്. ഇത് അടിമകൾ തമ്മിലുള്ള, മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു പക്ഷെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാകും, നമസ്കരിക്കും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മളുടെ ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ,
മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ചെയ്താൽ നാളെ ആഖിറത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും എത്ര അമലുകൾ കൊണ്ടുപോയിട്ടും ഒന്നുമില്ലാതെ നരകത്തിലേക്ക് പോകേണ്ട ഒരു ദുരവസ്ഥ നമ്മൾ വരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം നമുക്കറിയാം. ഇന്ന് തെരഞ്ഞെടുപ്പുകൾ സ്ത്രീ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. 50% സംവരണമാണ്. ഒരു തരത്തിൽ അത് നിഷ്ക്രിയമായ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാണെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച്, അപകടങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. പൊതുപ്രവർത്തനത്തിന് സ്ത്രീകൾ ഇറങ്ങുമ്പോൾ ഇസ്ലാം നിഷ്കർഷിക്കുന്ന മാനങ്ങൾ പൂർണ്ണമായി പാലിക്കണം. സ്ത്രീയുടെ സുരക്ഷയ്ക്കായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഹിജാബ്. അത് പൂർണ്ണമായി പാലിച്ചുകൊണ്ട് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങണം. അതുപോലെ തന്നെ ഇഖ്തിലാത്ത് മഅ റിജാൽ, അന്യപുരുഷന്മാരുമായിട്ട് അധികമായിട്ട് ഇടകലരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം. അതുപോലെ അൽ ഖൽവത്തു മഅ റിജാൽ, അന്യപുരുഷന്മാരുമായിട്ട് ഒറ്റക്കാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഇത് പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ്. പൊതുവെ പൊതുപ്രവർത്തനത്തിലേക്ക് സ്ത്രീകൾ ഇറങ്ങുമ്പോൾ അവരുടെ വേഷവിധാനത്തിലോ ഇസ്ലാമികമായ ചിട്ടകളിലോ ഒരു കുറവും വരുത്തരുത്. ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടുള്ള പൊതുപ്രവർത്തനമാണ് നമ്മുടെ സമൂഹത്തിന് അഭികാമ്യമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ വലിയ വിപത്തുകൾ, വലിയ അപകടങ്ങൾ നമ്മൾ മുന്നിൽ കാണേണ്ടി വരും എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് അധികാരമോഹം എന്നുള്ളത്. അധികാരം എന്നുള്ളത് ഒരു ലഹരിയാണ്. ഒരു പ്രാവശ്യം ആ കസാലയിൽ കയറി ഇരുന്നാൽ പിന്നെ അവിടുന്ന് ഇറങ്ങാൻ കഴിയില്ല. പല സ്ഥലങ്ങളിലും ഒരു പ്രാവശ്യം സ്ഥാനാർത്ഥിയായി, മെമ്പറായി, രണ്ടാമത്തെ അവസ്ഥയിൽ ഒരു അവസരം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി മാറുന്നു, മുന്നണികൾ ഉണ്ടാക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, പലതും നമുക്ക് കാണാനുണ്ട്. ഒരു വിശ്വാസി ഒരു അധികാരം മോഹിക്കരുത്, അധികാരം ആഗ്രഹിക്കരുത് എന്ന് വ്യക്തമായി പ്രവാചകൻ പറയുന്നു. ഇന്നക്കും സതഹ്രിസൂന അലൽ ഇമാറ, നിങ്ങൾ അധികാരത്തിന് വേണ്ടി അത്യാഗ്രഹം കാണിക്കും. പല ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ, നിങ്ങൾ അത്യാഗ്രഹിച്ച് നേടിയെടുത്ത അധികാരം ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് നാശമായിട്ട് മാറും. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആർത്തി എന്തെങ്കിലും ദുരുദ്ദേശത്തിന്റെ കാരണമാണെങ്കിൽ, വേറെ എന്തെങ്കിലും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ കാര്യങ്ങൾ കൈച്ചിലാക്കണം, അല്ലെങ്കിൽ ഒരുപാട് മോശമായ രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെ ചിന്തകൾ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ അധികാരത്തെ മോഹിക്കുന്നതെങ്കിൽ അത് ഖിയാമത്ത് നാളിൽ നമുക്ക് നാശമായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അലാ സതുഅലിമീനി, എന്നെ നിങ്ങളൊന്ന് ഗവർണർ ആക്കോ എന്ന് ചോദിച്ചു. അധികാരം ചോദിച്ചു, എന്നെ നാടിന്റെ ഗവർണർ ആക്കോ. ഫളറബ ബിയദിഹി, എന്നിട്ട് തോളത്ത് തട്ടി പ്രവാചകൻ പറഞ്ഞു, യാ അബാദർ ഇന്നക ദഈഫുൻ, ഹേ അബാദറെ, നീ വളരെ ദുർബലനായ ബലഹീനനായ മനുഷ്യനാണ്. വഇന്നഹാ അമാനത്തുൻ, ഈ അധികാരം, നേതൃത്വം എന്നുള്ളത് അതൊരു വിശ്വസ്തതയാണ്. വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വനദാമത്തുൻ, അത് ഖിയാമത്ത് നാളിൽ നിന്യതക്കും ഖേദത്തിനും കാരണമാകും. ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ, അതിന്റെ ബാധ്യതയൊത്ത് അത് നിർവഹിക്കാത്തവർ. വഅദ്ദാ ഇലൈഹി അമാനതഹാ, ആ വിശ്വസ്തത പൂർണ്ണമായി പാലിക്കാതെ നമ്മൾ അത് ചെയ്ത ഒരു നേതൃത്വം, ഒരു പദവി എന്ന് കിട്ടുന്നത് അത് ഒരു അലങ്കാരമല്ല, അതിനപ്പുറത്തേക്ക് അത് വലിയൊരു ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയാണ് അർശിന്റെ തണലിൽ മറ്റൊരു തണലുമില്ലാത്ത ആ സമയത്ത് അള്ളാഹു തണൽ നൽകുന്ന കൂട്ടത്തിൽ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. അവന് അധികാരം കിട്ടി, ആ അധികാരം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് അള്ളാഹു അവനക്ക് നൽകിയ ബഹുമാനമാണ്, ആദരവാണ് അത് എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ അധികാരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധികാരം കിട്ടുക എന്നുള്ളത് നമുക്ക് കിട്ടിയ ഒരവസരമാക്കി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ അബ്ദിൻ യസ്തറഈഹല്ലാഹു റഇയതൻ, അള്ളാഹു ഒരാൾക്ക് ഒരു ഉത്തരവാദിത്തം നൽകി, അടിമയത് ഒരു ഉത്തരവാദിത്തം നൽകി, യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഇയതി, അങ്ങനെ ആ ഉത്തരവാദിത്തം കഴിഞ്ഞ് ഇവൻ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഈ പ്രജകളോട് വഞ്ചന കാണിച്ചിട്ടാണ് അവൻ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവനക്ക് സ്വർഗം ഹറാമാണ്. നമുക്കൊരു ഉത്തരവാദിത്തം കിട്ടി, ആ പ്രജകളുടെ കാര്യത്തിൽ ഒന്നും നമ്മൾ നോക്കിയില്ല,
അതിന് നാട്ടുകാരുടെ ആവശ്യത്തിന് ഒന്നും നൽകിയില്ല. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചു, സ്വന്തം ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു. അങ്ങനെ ഈ അധികാരത്തെ ദുരുപയോഗപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ പ്രവേശനം സാധ്യമല്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞതായി കാണും. നമ്മൾ ഇസ്ലാമിലെ ഖലീഫമാരൊക്കെ അധികാരം അവർക്ക് മുന്നിൽ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അതാണ് ചരിത്രം. ആ ഉത്തരവാദിത്വത്തിന്റെ ഗാംഭീര്യം കൊണ്ടാണ്. അതൊരു അലങ്കാരമാണ്, അതിനപ്പുറത്തേക്ക് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് നേതൃത്വം ലഭിക്കുന്നെങ്കിൽ അതിനെ ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹുവിന്റെ തൃപ്തിയിലായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അതിന് നമ്മൾ ചൂഷണം ചെയ്യുന്ന ഒരാളാവരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥാനത്തെത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, നമുക്ക് വലിയ ആളാണ് ഞാൻ, അല്ലെങ്കിൽ വലിയ പ്രശസ്തി വേണം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവരുത്. ശരിക്ക് നമ്മളൊരു സ്ഥാനാർത്ഥിയാവുക അല്ലെങ്കിൽ ഒരു മെമ്പർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ജനങ്ങളെ സേവിക്കാനുള്ള വലിയൊരു അവസരമായി നമ്മൾ കാണണം. എന്തെങ്കിലും കൈയിട്ട് വാരാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു അവസരമായി കാണരുത്. അത് ജനങ്ങളുടെ സേവനത്തിന് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അവസരമായി കണ്ട് നല്ല രീതിയിൽ അതിനെ പ്രശംസിക്കുക. നമ്മൾ പേര് കിട്ടാനോ പ്രശസ്തി കിട്ടാനാണോ പണിയെടുക്കുന്നെങ്കിൽ പേരും പ്രശസ്തി ഉണ്ടാകും, പക്ഷെ അള്ളാഹുവിന്റെ അടുക്ക് നമുക്കൊന്നും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് അതിനെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പുണ്യപ്രവർത്തനമാണ് ഈ ജനസേവനം എന്നുള്ളത്. അത് അതേ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല രീതിയിൽ ജീവിക്കുവാനും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാനുള്ള തൗഫീഖ് നാഥാ നീ നൽകണേ. ഞങ്ങളുടെ ജീവിക്കുന്ന കാലം അത്രയും നിന്റെ അനുസരണയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ പടച്ചവനെ. എല്ലാവിധ ഖൈറും ബർക്കത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടിൽ നീ ഉണ്ടാക്കണേ പടച്ചവനെ. നിന്നെ അനുസരിക്കുന്ന നല്ല ഭരണാധികാരികളുടെ കീഴിലാക്കി ഞങ്ങളെ നീ മാറ്റണേ പടച്ചവനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അതൊക്കെ നീ മാറ്റിക്കൊടുക്കണേ നാദാ. മരിച്ചുപോയ ആളുകളുണ്ട്, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നീ പ്രദാനം ചെയ്യണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ولإخواننا الذين سبقونا